പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ഈശോയുടെ പീഡാസഹനങ്ങളെ ഇന്ന് കൂടുതൽ മനസ്സിൽ ധ്യാനിച്ച് ഈശോയിലേക്ക് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ ദിവസത്തെ പരിപൂർണമായും കർത്താവിന് വിട്ടുകൊടുക്കാം. എല്ലാ പ്രവർത്തന മേഖലകളും കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയട്ടെ. മത്തായി സുവിശേഷം 20-ാം അധ്യായം 27-ാം വചനം ധ്യാനിക്കാമെന്ന്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. യഥാർത്ഥ സുവിശേഷം ചെറുതാകാൻ പഠിക്കലാണെന്ന് ഇന്നത്തെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഒന്നും ഇല്ലാത്തവൻ എളിമയോടെ ജീവിക്കുന്നതും എല്ലാം ഉണ്ടായിട്ടും എളിമയോടെ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. കൂടുതൽ ലഭിച്ചിട്ടുള്ളവർ കൂടുതൽ എളിമപ്പെടേണ്ടതുണ്ട് എന്ന് ഇന്ന് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവേ, ഓരോ സാഹചര്യത്തിലും ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.